സഭയിൽ വിശ്വാസ പരിശീലനത്തിന്റെ 12 വർഷം പൂർത്തിയാക്കിയ 12ാം ക്ലാസ്സിലെ 34 കുട്ടികളാണ് ഇന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. ഇവരുടെ മാതാപിതാക്കളോടൊപ്പം ഇവരുടെ ഭാവി ജീവിതത്തിന്റെ സുരക്ഷയ്ക്കായും ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനും ഈ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുക. അതിനാൽ സത്യം കൊണ്ടനുഭവി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുകയും സർവോപരി ദുഷ്ടന് തീർക്കുന്ന പൂരവുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ മരുന്നെടുക്കുകയും രക്ഷയുടെ പടക്കപ്പിയണിയുകയും ദൈവജനമാകുന്ന ആത്മാവിന്റെ വാടെടുക്കുകയും ചെയ്യുകയും. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. This single sentence contains the whole Bible, the truth and message of the Bible. ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നും തൻ്റെ പുത്രൻ ഏകാഗ്രതയെ നൽകുവാൻ മാത്രം ഈ ലോകത്തെ ദൈവം സ്വാർത്ഥകര മക്കളായി മാറരുത്. സ്നേഹിക്കാൻ കഴിയുന്ന, സ്നേഹം കൊടുക്കാൻ കഴിയുന്ന യുവജനമായി മാറണം. ഈ ലോകത്തിന്റെ അഭിമാനവും ആദരവും പിടിച്ചുവെക്കുവാൻ തക്കവണ്ണം ക്രിസ്തീയ ആദരങ്ങളിലേക്ക് നിങ്ങളോട് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് നൽകപ്പെടുന്ന സമ്മാനങ്ങളൊക്കെ വളരെയേറെ പ്രതീകാത്മകമാണ്. അതിനാദ്യം നൽകുന്നത് ബൈബിളാണ്. ഏതെല്ലാം ചുറ്റുപാടുകളിൽ പോയാൽ ഈ ബൈബിളിൽ നിന്നൊരു വചനം അപ്പുറം അവിടെയും ഇവിടെയും
വായിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു വരും. ബൈബിളിൽ നൽകുന്നത് കുറേ വിചാരങ്ങളാണ്. ബൈബിളിൽ നൽകുന്നത് വീക്ഷണമാണ്. എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ നടന്നാൽ ദൈവത്തിലേക്ക് എത്തുമെന്നും കാണിച്ചു തരുന്ന വഴിയാണ് ബൈബിൾ. ഈ ലോകത്തിലെ ഉത്കൃഷ്ടമായ എന്താണെന്നും മിന്നുന്നതൊക്കെ പൊന്നല്ല എന്നും വിവരിച്ചു തരുന്ന പുസ്തകമാണ് ബൈബിൾ. അവിടെ ബൈബിളിൽ നൽകുന്നത് വളരെ അർത്ഥവത്താണ്. A meaningful gift which you can keep till the end of your life. രണ്ടാമത് നിങ്ങൾക്ക് നൽകുന്നത് തിരിയാണ്. കത്തി ചെയ്യാനുള്ളതാണ് തിരി. തിരിയുന്തോറും ഇല്ലാതാകുന്നത്. തന്നെ തന്നെ പ്രകാശമായി പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് തിരി. നിങ്ങൾക്ക് തിരിയാനുള്ളവരാണ്. ഇതുവരെയും നിങ്ങൾ നേടി വളരുകയും ഇനി കൊടുത്ത് ഇല്ലാതാകും. ജീവിതം കൂട്ടിവയ്ക്കാനുള്ളതല്ല, കൊടുത്തു തീർക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇവിടുത്തെ. എനിക്കിതായി എൻ്റെ ആവശ്യം അതിന് മുൻഗണന കിട്ടുന്ന കാലമാണ് ഈ കാലം. ഇനി എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. മതാപിതാവിനെ നിങ്ങൾക്ക് നൽകുന്ന ഒരു കൊന്തയാണ്. മാതാവിൻ്റെ വാത്സല്യത്തിൻ്റെ പേരാണ് കൊന്ത. കുടുംബങ്ങളെ കൈവിടാതെ കാക്കുന്ന കരുണയുടെ പേരാണ് അമ്മ. മക്കളുടെ ആവശ്യം എന്തെന്ന് ചോദിക്കാതെ മനസ്സിലാക്കി ചെയ്തു തരുന്ന സ്നേഹത്തിന്റെ പേരാണ് അമ്മ. ഈ കൊന്ത എന്ന് നിങ്ങൾക്ക് കൂട്ടായിരിക്കണം. പിന്നീട് നൽകുന്ന ഒന്നാണ് കുരിശ്. ഒന്നും നേടാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നവനല്ല. യേശുവിന് ലോകം മുഴുവൻ ആരാധിക്കുന്നത് അവൻ കുരിശിൽ ഇല്ലായ്മയായിട്ട് തീർന്നവനാണ്. രണ്ട് കരകളും പിരിച്ചു നീട്ടി ഒന്നും കഴിയില്ല എന്ന് നമ്മളെ കാണിച്ച് ഹൃദയം പോലും കുത്തിത്തീർക്കുവാൻ അനുഗ്രഹം കൊടുത്ത് അനുവാദം കൊടുത്ത് ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക് ഒപ്പുകൂട്ടി തീർത്തും ശൂന്യമായി തീർന്ന ഒരു ജീവിതത്തിന്റെ പേരാണ് ഈശോ. ജീവിതം കൊടുത്തു തീർക്കേണ്ടതാണ്, കൂട്ടിവയ്ക്കേണ്ടതല്ല. ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. യേശുവിന്റെ സഭയിൽ അംഗമായെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. സഭ ഞങ്ങൾക്ക് വളർന്നു തന്ന സത്യവിശ്വാസം പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
യെശയ്യ 41:10 കേട്ടിട്ടുണ്ടാവും. 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജോസഫ് അന്നക്കുട്ടി ജോസഫിനുള്ള എഴുത്തുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ 2019 ഇറങ്ങിയ പുസ്തകമാണ് ദൈവത്തിൻ്റെ ചാരന്മാർ. ചിലപ്പോൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. സ്പൈ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് നല്ല പുസ്തകമാണ്, വായിക്കാൻ കൊള്ളാവുന്നൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം വിവരിച്ചതെല്ലാം തൻ്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു നന്മകൾ ചെയ്ത് കടന്നുപോയ എല്ലാ മനുഷ്യരെയും അദ്ദേഹം ഓർത്തു. അവരെ വിളിച്ച പേരാണ് ശരിക്കും ദൈവത്തിൻ്റെ ചാരന്മാർ. ലോകത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പോടെ വന്ന് ദൈവത്തിന് വേണ്ടി ലോകത്തിൽ എന്തൊക്കെയോ ചെയ്ത് കടന്നുപോയ കുറച്ച് മനുഷ്യരെ അയാൾ കണ്ടെത്തിയത് ആ ഒരു പേരിട്ട് വിളിക്കാനാണ്, ദൈവത്തിൻ്റെ ചാരന്മാർ. ദൈവത്തിൻ്റെ ഭൂമിയിലെ ചാരന്മാരാവാൻ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കണം എന്നാണ് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം അതനുസരിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന എല്ലാവർക്കും കൊച്ചു കൊച്ചു നന്മകൾ ചെയ്ത് അവരുടെ മനസ്സിലിടം പിടിക്കാൻ ദൈവത്തിൻ്റെ ചാരന്മാരാവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇതിലൂടെ മനസ്സിലായതെന്ന് വെച്ചാൽ ദൈവം ആരാണ്, എന്താണ്, ദൈവത്തിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു. അതുപോലെ വിശ്വാസം വന്നു, നല്ല വിശ്വാസമുണ്ട്. പിന്നെ പള്ളിയിൽ ആക്റ്റീവായി. അങ്ങനെ താങ്ക് യു. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. സ്കൂളിൽ നമ്മൾ പുറം കാര്യങ്ങളാണെങ്കിലും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാരിസം ക്ലാസ്സിൽ എനിക്ക് വളരെ സഹായിച്ചു. പിന്നെ ഈ നിമിഷം ഞങ്ങളുടെ കൂടെ 6 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായ ശീതളിനെ ഓർക്കുന്നു. അവള് നല്ലൊരു ഫ്രണ്ടാണ്. 3ാം ക്ലാസ് വെച്ച് ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ഡാൻസ്, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും അവളായിട്ട് കിട്ടി. പിന്നെ എനിക്ക് സ്കൂളിലത്തെ ലീഡർ ആവാൻ പറ്റി. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ലീഡർ, സാധാ ലീഡർ, സ്കൂൾ ലീഡർ അല്ല, ക്ലാസ് ലീഡർ. പക്ഷെ എനിക്ക് സ്കൂൾ ലീഡർ ഒരാളെ ദൈവം എന്നെ സഹായിച്ചു. വളരെയേറെ നന്ദിയുണ്ട്. +2 കഴിഞ്ഞ് പുതിയ ലോകത്തോട്ട് പോകുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളും അതൊക്കെ എങ്ങനെ നേരിടാമെന്നും പഠിപ്പിച്ചു. പിന്നെ ഒരു നല്ല കുടുംബജീവിതം എങ്ങനെ നയിക്കാം എന്നൊക്കെ പഠിപ്പിച്ചു. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവുമോ എന്ന് ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നേടിത്തന്നു. അതിന് തന്നെ എന്നെ പഠിപ്പിച്ച് ഇത്രയും കാലം പഠിപ്പിച്ചതിനെ ഞാനാക്കി മാറ്റിയ എൻ്റെ എല്ലാ അധ്യാപകരെയും ഞാൻ ഈ നിമിഷം ഓർക്കണയാണ്. ഈ 12 വർഷക്കാലം കൊണ്ട് എനിക്ക് ഈശോയെ ഒരുപാട് അനുഭവിക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട്. ഇതിന് കൂടുതൽ പിന്തുണ വഹിച്ചതും അതുപോലെ തന്നെ കൂടുതൽ കാരണക്കാരായതും എൻ്റെ മതാധ്യാപകരാണ്. ഇനി ഇതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായിരിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ്. ഈശോയെ കൂടുതൽ അറിയാൻ പറ്റി, ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റി. എന്ത് കാര്യം ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈശോനോട് ചോദിച്ചിട്ടായിരിക്കും കൂടുതലും ചെയ്യാം. നടക്കണ വഴിയിൽ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ നടക്കുള്ളൂ. എനിക്ക് വന്നാലും മറ്റുള്ളവർക്ക് ഒരു ആപത്തില്ലാതെ ഇരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ യേശുവിനെ കുറിച്ച് അറിയാനും ഉപരി ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. യേശുവിനെ കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു മനുഷ്യരാവാൻ എനിക്ക് സാധിച്ചുകൊണ്ട് ഈ 14 കൊണ്ട് പറയാറുള്ളത്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.